നമസ്കാരം, ബെറ്റർ ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. തിരൂർ താഴെപ്പാലത്ത് ആധുനിക രീതിയിലുള്ള ഇംപെറ്റസ് അർത്ഥസൂത്ര എന്ന പോളിയോ മാനേജ്മെന്റ് കമ്പനി പ്രവർത്തനം ആരംഭിച്ചു. പുതിയ ബ്രാഞ്ച് ഓഫീസ് സ്ഥാപന MD-യും സ്ഥാപകനുമായ PR ദിലീപ് ഉദ്ഘാടനം ചെയ്തു. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. 1994 മുംബൈ ആസ്ഥാനമായി സ്ഥാപിതമായ ഇംപെറ്റസ് അർത്ഥസൂത്ര എന്ന പോളിയോ മാനേജ്മെന്റ് കമ്പനി ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിക്ഷേപകർക്ക് മാർഗനിർദ്ദേശവുമായി പ്രവർത്തിച്ചുവരുന്നു. സെബി രജിസ്ട്രേഡ് കമ്പനിയായ ഇംപെറ്റെക്സ് എന്ന പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ് കൂടാതെ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ സർവീസ്, ഹെൽത്ത് ആൻഡ് ലൈഫ് ഇൻഷുറൻസ് അഡ്വൈസറി, ഓഹരി നിക്ഷേപ പ്ലാറ്റ്ഫോം എന്നീ സർവീസുകൾ നൽകിവരുന്നു. 2007 തിരൂരിൽ കേരളത്തിലെ ആദ്യ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിക്കുകയും കേരളത്തിലെ ജനങ്ങൾക്ക് ശരിയായ നിക്ഷേപ മാർഗദർശനം നൽകി വരികയും ചെയ്തുവരുന്നു. തിരൂർ താഴെപ്പാലത്ത് ആധുനിക രീതിയിലുള്ള പുതിയ ബ്രാഞ്ച് ഓഫീസ് സ്ഥാപന MD-യും സ്ഥാപകനുമായ PR ദിലീപ് ഉദ്ഘാടനം ചെയ്തു. ആയിരത്തി 1994 ബോംബെയിൽ സ്ഥാപിച്ച ഓർഗനൈസേഷനാണ്. ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട്, ഇന്ത്യയിലത്തെ നിക്ഷേപകർക്ക് വേണ്ടിയിട്ട് റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള സർവീസസ്, ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി സർവീസസും ഫണ്ട് മാനേജ്മെൻറ്റ് സർവീസസും കൊടുക്കാൻ വേണ്ടിയിട്ട് 1994 സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് ഇംപെറ്റസ് അർത്ഥസൂത്ര. എന്ന കമ്പനിയുടെ പേര് സ്റ്റോക്ക് സെർച്ച് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നായിരുന്നു. അതിൻ്റെ പേര് മാറ്റി ഇംപെറ്റസ് അർത്ഥസൂത്ര എന്നാക്കി. 2007 ഇന്ത്യയിൽ സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യയുടെ ക്യാപിറ്റൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന റെഗുലേറ്ററി ബോഡി ഇംപെറ്റസ് അർത്ഥസൂത്രയ്ക്ക് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ലൈസൻസ് ഇഷ്യൂ ചെയ്തു. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആകെ 446 കമ്പനികൾക്ക് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ലൈസൻസ് ഉണ്ട്. ബ്രാഞ്ച് ഇൻചാർജ് സക്കീർ കൊട്ടാരം, ഡയറക്ടർമാരായ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ, അഡ്വക്കേറ്റ് സാബിർ, മനീഷ മേനോൻ, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, ഇംപെറ്റെക്സ് കുടുംബാംഗങ്ങൾ, ഇംപെറ്റസിന്റെ നിക്ഷേപകർ എന്നിവർ സംബന്ധിച്ചു. ബെറ്റർ ന്യൂസ്, തിരൂർ.